ഹലോ മഞ്ജുഷയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോർമൽ ബോട്ടം സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള മെഷർമെൻറ്റ് എടുക്കുവാനും ഉണ്ടാക്കുവാനും എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിക്കാം. ആദ്യം തന്നെ ക്ലോത്ത് 4ആയിട്ട് മടക്കിയിടുക. ഇതിന് മുന്നേ ഒരു വീഡിയോ ഞാൻ എങ്ങനെയാണ് ടോപ്പും ബോട്ടവും സ്റ്റിച്ച് ചെയ്യുമ്പം ക്ലോത്ത് മടക്കിയിടേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് എല്ലാവരും കാണുക. അതേപോലെ തന്നെ ക്ലോത്ത് 4ആയിട്ട് മടക്കിയിടുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഏറ്റവും താഴെ, അതായത് ഫോൾഡുള്ള വശമല്ല, ഏറ്റവും താഴത്തെ വശത്ത് ആംഗിൾ ചുറ്റളവിൻ്റെ അളവ് നമ്മൾ ഉണ്ടാക്കിയ അളവാണ്. അതായത് ആംഗിൾ ചുറ്റളവ് ഡിവൈഡഡ് ബൈ 2 + 1.5 എന്ന് പറഞ്ഞൊരു അളവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ അളവ് ഏറ്റവും താഴെ മാർക്ക് ചെയ്യുക. അതിന് മുന്നേ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഏറ്റവും താഴെ ഒന്ന് ലെവലാക്കി കട്ട് ചെയ്യണം. കാരണം കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ടാവും 4 പീസും. അപ്പോൾ എല്ലാ പീസും, അതായത് 4 പീസും ഒരേപോലെ വരുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുവാനായിട്ട് പറ്റും. വളഞ്ഞൊന്നും പോവില്ല. കാരണം ട്രയാങ്കിൾ ഷേപ്പിൻ്റെ ഒരു വശം ഫോൾഡുള്ള വശത്ത് ചേർന്നിരിക്കുന്ന രീതിയിൽ വെക്കുമ്പം മറുവശം നമുക്ക് നേരെ തന്നെ കിട്ടും. അപ്പോൾ ബോട്ടം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും താഴെ ഒന്ന് ലെവലാക്കിയിട്ട് ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ആ ലൈനിൻ്റെ അവിടെ നമ്മൾ മെഷർമെൻറ്റ് ഉണ്ടാക്കിയപ്പോൾ എടുത്തിരിക്കുന്ന BG എന്ന് പറഞ്ഞ അളവ് മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ ഹൊറിസോണ്ടൽ ലൈൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക്, താഴെ നിന്ന് മുകളിലേക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ലെങ്ത്ത് കറക്റ്റായിട്ട് നമ്മൾ തയ്യൽ തുമ്പൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ആ ഒരു മെഷർമെൻറ്റാണ്, അത് മാർക്ക് ചെയ്യുക. ശ്രദ്ധിക്കേണ്ടത് ഈ ക്ലോത്തിൻ്റെ വീതിയുടെ 2 അറ്റത്തും ആ മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് വേണം അവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. അങ്ങനെ 2 അറ്റത്തും മാർക്ക് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് വളഞ്ഞൊന്നും പോവാതെ കിട്ടും. ഇനിയും കുറച്ചും കൂടെ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതേപോലത്തെ L ഷേപ്പ് സ്കെയിൽ യൂസ് ചെയ്യുക. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇത്രയും ഇപ്പോൾ നമ്മൾ ചെയ്തു. ഏറ്റവും താഴത്തെ ആംഗിളിൻ്റെ വീതി മാർക്ക് ചെയ്തു, പിന്നെ അവസാനം മുകളിലേക്കുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്തു. ഇത്രയും ചെയ്തു. ഇനി നമുക്ക് ക്രോച്ച് ഏരിയയുടെ ഭാഗത്തെ മെഷർമെൻറ്റാണ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ വരച്ചിരിക്കുന്ന ആ പിക്ചർ അതേപോലെ തന്നെ ക്ലോത്തിലേക്കൊന്ന് വരയ്ക്കുന്നു, അത്രേ ചെയ്യേണ്ടത്. അതാണ് ആദ്യമേ ചെയ്യേണ്ടത്. എപ്പോഴും മെഷർമെൻറ്റ് ഉണ്ടാക്കിയിട്ട് പിക്ചറിലേക്ക് അളവുകൾ മാർക്ക് ചെയ്തെടുക്കുക. പിക്ചർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാർക്ക് ചെയ്യുക. അതിനുശേഷം അതേപോലെ തന്നെ ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്യുക. അതാ ഇവിടെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഏറ്റവും താഴെ ഞാൻ ഹൊറിസോണ്ടൽ ലൈൻ ഒന്ന് ലെവലാക്കാൻ വേണ്ടി വരച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് BG എന്ന് പറഞ്ഞ അളവ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഈ പിക്ചറിലെ പോലെ തന്നെയാണ് നമുക്കിപ്പോൾ ക്ലോത്ത് കട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്തത് ക്രോച്ച് ഏരിയയുടെ ഭാഗമാണ്. ക്രോച്ച് ഏരിയ ഇവിടെ മെഷർമെൻറ്റ് കൊടുത്തിരിക്കുന്നത് 8.25 അപ്പോൾ 8.25 കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ എത്രയാണോ ഓരോരുത്തർക്കും കിട്ടുന്നത് അത് മാർക്ക് ചെയ്യുക കേട്ടോ. ഇവിടെ ഇപ്പം മോൾക്ക് 8.25 ക്രോച്ച് ഏരിയയുടെ അവിടെ വന്നിരിക്കുന്നത്, അത് മാർക്ക് ചെയ്യുക. നമ്മൾ നോട്ട്ബുക്കിൽ എങ്ങനെയാണോ പിക്ചർ വരച്ചത് അതുപോലെ തന്നെ ക്ലോത്തിലും വരയ്ക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും താഴെ BG എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്തില്ലേ, ആ പോയിൻറ്റിലേക്ക്, ഇപ്പോൾ ഇവിടുത്തെ ഈ പോയിൻറ്റിൽ നിന്ന് നമ്മളുടെ ക്രോച്ച് ഏരിയയുടെ ആ പോയിൻറ്റിൽ അവിടേക്ക് ഇതേപോലെ ചരിച്ചൊന്ന് വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ടേപ്പ് വെച്ചിരിക്കുന്നത് പോലെ തന്നെ ചരിച്ചൊന്ന് വരച്ചു കൊടുക്കുക. ഇതാണ് ക്രോച്ച് ലെങ്ത്ത്. ആ ക്രോച്ച് ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് താഴത്തെ BG എന്ന് പറയുന്ന ആ മെഷർമെൻറ്റ് അവിടേക്ക് വളച്ചല്ല ചരിച്ച് വരച്ചു കൊടുക്കുക. ആ 2 പോയിൻറ്റും ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ചരിച്ച് വരച്ചാൽ മതി, സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചാൽ മതി കേട്ടോ. ഇപ്പം ഞാൻ സ്കെയിൽ ഉപയോഗിച്ചിട്ട് 2 പോയിൻറ്റുകളുടെ ഇടയിലേക്ക് ഒന്ന് വരയ്ക്കുകയാണ്. ഇനി വീതി കുറഞ്ഞ ക്ലോത്താണ്, പിന്നെ തുടയുടെ ഭാഗത്ത് കുറച്ച് വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ വരച്ചാൽ മതിയാവും. അതല്ല കുറച്ച് ഷേപ്പ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ലൈനിൻ്റെ കറക്റ്റ് സെൻറ്റർ പോയിൻറ്റ് കണ്ടുപിടിക്കുക. ഈ ലൈനിൻ്റെ കറക്റ്റ് സെൻറ്റർ പോയിൻറ്റ് കണ്ടുപിടിക്കുക. ഇതേപോലെ വെച്ചിട്ട് ടേപ്പ് വെച്ച് മടക്കിയാലും മതി കേട്ടോ. ഏറ്റവും എളുപ്പ വഴിയാണ്. കറക്റ്റ് സെൻറ്റർ പോയിൻറ്റ് മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, എല്ലാവർക്കും ആ സെൻറ്റർ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് അകത്തേക്ക് 2 ഇഞ്ച് അല്ലെങ്കിൽ 2.5 ഇഞ്ച്, മാക്സിമം 2.5 ഇഞ്ച്, 2.5 ഇഞ്ചും വേണ്ട, 2 ഇഞ്ച് തന്നെ എടുത്താൽ മതിയാവും. 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ആരും നോട്ട്ബുക്ക് എടുത്ത് എഴുതാൻ നിൽക്കേണ്ട, ആദ്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. താഴെ BG എന്ന് പറഞ്ഞ ആംഗിൾ ചുറ്റളവിൻ്റെ അളവ് മാർക്ക് ചെയ്തു. അവിടെ നിന്ന് മുകളിലേക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. പിന്നെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഹൊറിസോണ്ടൽ ലൈനിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. പിന്നെ ക്രോച്ച് ലെങ്ത്തിൻ്റെ ആ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് BGയുടെ അവിടേക്കൊന്ന് ചരിച്ച് വരച്ചു കൊടുക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടത്, ഈ ചരിച്ച് വരച്ച ലൈനിൻ്റെ കറക്റ്റ് സെൻറ്റർ പോയിൻറ്റ് കണ്ടുപിടിക്കുക. നമ്മളുടെ ഓരോരുത്തരുടെ അളവിനനുസരിച്ചാണ് ഈ സെൻറ്റർ പോയിൻറ്റ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. കറക്റ്റ് സെൻറ്റർ പോയിൻറ്റ് കണ്ടുപിടിക്കുക. ആ സെൻറ്റർ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് അകത്തേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി കുറച്ചും കൂടെ ഷേപ്പ് വേണമെങ്കിൽ മാക്സിമം 2.5 ഇഞ്ച്, അതിൽ കൂടരുത്. അതിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ തുടയുടെ അവിടെ നമുക്കൊരു പിടുത്തം വരും.
അപ്പോൾ ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അകത്തേക്കൊരു പോയിൻ്റ് മാർക്ക് ചെയ്തു 2 ഇഞ്ച് അല്ലേ, അത് ഷേപ്പ് വരയ്ക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആ ഷേപ്പ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ആ ക്രോച്ചിൻ്റെ അവിടെ നിന്ന്, ക്രോച്ച് ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് താഴത്തെ BGയുടെ ആ അളവുണ്ടല്ലോ, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിലെ അവിടേക്കൊന്ന് വളച്ച് വരച്ചു കൊടുക്കുക. ആ പോയിൻറ്റിൻ്റെ അവിടേക്കൊന്ന് വളച്ച് വരച്ചു കൊടുത്താൽ മതി 2 സൈഡിൽ നിന്നും. അങ്ങനെ വരയ്ക്കുവാൻ വേണ്ടിയിട്ട് ആം കർവ് സ്കെയിൽ ഉപയോഗിക്കാം. ഇത് ആം കർവ് സ്കെയിലാണ്. ഒരു സൈഡ് സ്ട്രെയിറ്റും ഒരു സൈഡ് ഒന്ന് വളഞ്ഞും ഇരിക്കുന്നതാണ്. അപ്പോൾ ഈ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഒന്ന് വളച്ച് വരയ്ക്കുക. 2 അറ്റത്തു നിന്നും ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻറ്റിലേക്ക് വളച്ച് കൊണ്ടുവരിക. ഞാൻ ഇങ്ങനെയൊരു ഷേപ്പാണ് വരയ്ക്കുന്നത്, അല്ലാതെ ക്രോച്ച് ഏരിയയുടെ അവിടെ ഒന്ന് വളച്ച് വരയ്ക്കാറില്ല. പൊതുവേ എല്ലാവരും വരയ്ക്കുന്ന ക്രോച്ച് ഏരിയയുടെ അവിടെ ഒന്ന് വളച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം ഇങ്ങനെ ഈ ഷേപ്പിൽ വളച്ചെടുക്കും. ഇങ്ങനെ എടുക്കുമ്പോഴും നമുക്ക് കറക്റ്റായിട്ട് പിടുത്തമൊന്നും ഇല്ലാതെ കിട്ടും. വീഡിയോയിൽ നോക്കുക. ഇവിടെ 1, 2 എന്ന് പറഞ്ഞ് 2 പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. ഇതിൽ 1 എന്ന് പറയുന്നത് നമ്മുടെ മുകളിലത്തെ ആ നാടയുടെ വശം, ആ ബെൽറ്റിൻ്റെ വശമാണ്. 2 എന്ന് പറയുന്നത് കാലിൻ്റെ ഭാഗത്തേക്ക്, അതായത് ബെൽറ്റിൻ്റെ താഴത്തേക്ക് വരുന്ന ഭാഗമാണ്. ആ ഭാഗമാണ് എപ്പോഴും ആദ്യം കട്ട് ചെയ്ത് എടുക്കേണ്ടത്. നമുക്ക് ബോട്ടത്തിന് വേണ്ടിയിട്ട് 2 മീറ്റർ ക്ലോത്ത് മതിയാവും. ആ ഭാഗം കട്ട് ചെയ്തെടുക്കുക. അതിൽ ജോയിൻസ് ഒന്നും പാടില്ല. മുകളിലെ ബെൽറ്റിൻ്റെ ഭാഗത്ത്, അതായത് നാട കയറ്റുന്ന ഭാഗത്ത് നമുക്ക് ജോയിൻസ് ഒക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അത് ആ ടോപ്പിൻ്റെ അവിടെ വെച്ച് കവർ ചെയ്ത് പോകും. ഈ മുട്ടിൻ്റെ അവിടെയൊക്കെ നമുക്ക് കാണുന്ന വശമാണ്, അവിടെ ഒന്നും ഒരിക്കലും ജോയിൻസ് വരരുത്. അതുകൊണ്ട് ജോയിൻസ് ഒന്നും ഇല്ലാതിരിക്കുവാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ഷേപ്പ് തന്നെ കട്ട് ചെയ്ത് എടുക്കുക. കട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ്. നമ്മൾ എങ്ങനെയാണോ ക്ലോത്തിൽ വരച്ചിരിക്കുന്ന ആ വരയുടെ മുകളിലൂടെ വരയ്ക്കുമ്പം ശ്രദ്ധിക്കണം, ചോക്ക് വെച്ച് മാത്രമേ മാർക്ക് ചെയ്യാവുള്ളൂ. അത് മാത്രമല്ല, അല്ലെങ്കിൽ മാർക്കിംഗ് പെൻസിൽ കിട്ടും, ആ പെൻസിൽ വെച്ചിട്ടേ മാർക്ക് ചെയ്യാവുള്ളൂ. അത് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിൻ്റെ മുകളിലൂടെ കട്ട് ചെയ്ത് എടുക്കുക. ഇനി ഇതുപോലെ തന്നെ മുകളിലത്തെ ബെൽറ്റിൻ്റെ പീസും കട്ട് ചെയ്തെടുക്കുക. മുകളിലത്തെ ബെൽറ്റിൻ്റെ പീസിൻ്റെ മെഷർമെൻ്റ് എല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആ മെഷർമെൻറ്റിൽ തന്നെ 4ആയിട്ട് മടക്കിയിട്ടിട്ട് കട്ട് ചെയ്യുക. പിന്നെ കട്ട് ചെയ്യേണ്ടത് 18 ഇഞ്ച് 2 ഇഞ്ച് നീളവും വീതിയുമുള്ള 4 പീസ് പട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് എല്ലാവർക്കും സെയിം തന്നെയാണ്. അപ്പോൾ ആ പീസും കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ ക്ലോത്ത് 4ആയിട്ട് മടക്കിയിട്ട് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് മുകളിലത്തെ ബെൽറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ മോൾക്ക് വേണ്ടത് 4ആയിട്ട് മടക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് 12.5 പക്ഷേ എനിക്ക് 12.5 + 12.5 25ൻ്റെ 2 പീസ് ജോയിൻസ് ഒന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയും നമുക്ക് എടുക്കാം. അപ്പം ടോട്ടൽ അളവാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി എന്ത് ചെയ്യണം, ആ 2 പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഇപ്പം ഞാൻ മാർക്ക് ചെയ്തതുപോലെ ഒന്ന് സൈഡിലൂടെ 2 പീസിൻ്റെയും ഏതെങ്കിലും ഒരു സൈഡിലൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ തുമ്പ് നോക്കി സൂചി നോക്കി എല്ലാം അടിക്കുക. അതായത് ആ 2 പീസും ജോയിൻറ്റ് ചെയ്യുക. 2 പീസും ജോയിൻ ചെയ്തിട്ട് ഒറ്റ പീസാക്കി എടുക്കുക. ഇപ്പം ഞാൻ 2ആയിട്ടുള്ളതിനെ നിവർത്തിയിട്ടിട്ടുണ്ട്. നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക. അതായത് കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ കട്ട് ചെയ്യില്ലേ, ആ സെൻറ്റർ വരെ 12.5, അവിടെ നിന്ന് സൈഡിലേക്കും 12.5, അതായത് 12.5 + 12.5 25ൻ്റെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ 2 പീസിൻ്റെയും ഒരു വശത്ത് ഒന്ന് യോജിപ്പിച്ചടിക്കുക. അത് 1/2 ഇഞ്ച് വരുന്ന രീതിയിലൊന്ന് മാർക്ക് ചെയ്തിട്ട് അടിച്ചാൽ മതിയാവും. തുമ്പ് നോക്കി സൂചി നോക്കിയാണ് അടിക്കേണ്ടത്. അത് തുമ്പ് നോക്കി സൂചി നോക്കി അടിക്കേണ്ടതൊക്കെ എങ്ങനെയാണ്, അതായത് 2 പീസ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം വിശദമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ എല്ലാം ഒന്ന് നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഇതേപോലെയാണ് അടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ 2 പീസും ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് നാടയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗത്ത് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ നിന്ന് അകത്തേക്ക് 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇപ്പം ഞാൻ വരച്ചതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ കാണുന്ന ലൈനാണ് വരയ്ക്കേണ്ടത്. ഇതേപോലെ ആ തുമ്പിൽ നിന്ന് അകത്തേക്ക് 1.5 അല്ലെങ്കിൽ 1.25 മാർക്ക് ചെയ്തിട്ട് വരയ്ക്കുക. ഇത് പ്ലീറ്റുള്ള വശത്തോട് ജോയിൻ ചെയ്യേണ്ടതാണ്. ഇനി ഏറ്റവും താഴെയുണ്ട്, നമുക്ക് ഈ ലൈനിൻ്റെ താഴത്തേക്കുള്ള ഭാഗം കണ്ട് അവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. അവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നാടയുടെ ഭാഗം തയ്ക്കാൻ ആദ്യം ഒന്ന് 1/4 ഇഞ്ച് മടക്കുക, പിന്നെ 1 ഇഞ്ച് എടുത്തിട്ട് ഒന്ന് അതിനെ മറിച്ചിടുക. എന്നിട്ട് അവിടെ അപ്പോഴത്തേക്ക് 2 ഇഞ്ച് ആ നാടയ്ക്ക് വേണ്ടിയിട്ട് പോയി. പിന്നെ അവിടെ നിന്ന് താഴത്തേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതിന് മുന്നേ പഠിപ്പിച്ചിട്ടുള്ളതാണ്, അതൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അതിൻ്റെ ലിങ്കും കൊടുക്കാം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ആ ഒരു ലൈനിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാണ്. നമ്മൾ മാർക്ക് ചെയ്ത അവിടം വരെ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ച് അതിലൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തുമ്പിനെ അകത്തേക്ക് മടക്കി വെക്കണം. അപ്പോൾ നമ്മൾ ആ തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ആ അത്രയും വരെ തയ്ച്ചിട്ട് എന്ത് ചെയ്യണം, മടക്കുക. മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ആ 1.25 അല്ലെങ്കിൽ 1.5 ഇഞ്ചിൻ്റെ 2 പീസും 2 സൈഡിലേക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക.
പിന്നീട് എന്ത് ചെയ്യണം, ആ അയൺ ചെയ്ത വശം ഉണ്ടല്ലോ അതിനെ ഇതേപോലെ ഒന്ന് മടക്കി ആ തുമ്പ് ആ സ്റ്റിച്ചിൻ്റെ അവിടേക്ക് ചേർത്ത് വെച്ചിട്ട് വീണ്ടും ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ രണ്ട് സൈഡും ചെയ്യുക. രണ്ട് സൈഡും ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ തയ്ച്ച ആ സ്റ്റിച്ച് അകത്ത് പോവും. അതുപോലെ മുകളിലെ ആ നാടയുടെ വശം നമുക്ക് മടക്കി അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓൾറെഡി ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മടക്കി കിട്ടുകയാണ്. ഇനി അതിൻ്റെ ആ സൈഡിലൂടെ സൂചി നോക്കി സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ മടക്കിയതിൻ്റെ അരിവിലൂടെ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് പ്ലീറ്റ്സ് തയ്ക്കാം. പ്ലീറ്റ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ടോപ്പിലെ ബെൽറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ല, രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തല്ലോ. ഇനി എന്ത് ചെയ്യണം, അതിനെ കറക്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. മടക്കിയിട്ടിട്ട് വീണ്ടും എത്രയാണെന്ന് ഒന്ന് അളന്ന് നോക്കുക. ആ 4 ഭാഗം എത്രയാണെന്ന് അളന്ന് നോക്കുക. ഇവിടെ ഇപ്പോൾ 12 ആണ് കിട്ടുന്നത്. ആ 12 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പ്ലീറ്റ്സ് ഇടാനായിട്ട്. അപ്പോൾ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ബെൽറ്റിൻ്റെ താഴത്തേക്കുള്ള ആ ഒരു ക്ലോത്ത് എടുക്കുക. അതിൻ്റെ താഴെ പട്ടയുടെ വശം ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പട്ട ഇതിന് മുന്നേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്, അത് വീണ്ടും കാണിക്കുന്നില്ല. അതൊന്ന് വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. ഇങ്ങനെ മുകളിലത്തെ ആ ഒരു ഭാഗത്ത് കറക്റ്റ് സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഏറ്റവും അറ്റത്ത്, അതായത് ആ ഓപ്പൺ ആയിട്ടുള്ള വശത്ത് ഒന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ക്ലോസ്ഡ് ആയിട്ട് വശത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിപ്പോൾ സൈഡ് പ്ലീറ്റ്സ് ആണ് ഇടുന്നത്. സൈഡ് പ്ലീറ്റ്സ് ഇടുമ്പം കറക്റ്റ് സെൻറ്ററിൽ ബോക്സ് പ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ബോക്സ് പ്ലീറ്റൊക്കെ അറിയാം എല്ലാവർക്കും, ഇതിന് മുന്നേ പഠിപ്പിച്ചിട്ടുള്ളതാണ് പ്ലീറ്റ്സ് എല്ലാം. അതും ചെക്ക് ചെയ്യുക. കറക്റ്റ് ആ ഒരു സെൻറ്റർ പോയിൻറ്റിൻ്റെ 2 സൈഡിലേക്കും പ്ലീറ്റ്സ് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒന്ന് മടക്കി എടുത്ത് ഇടുക. ഇതാണ് ബോക്സ് പ്ലേറ്റ്. ഇനി എന്ത് ചെയ്യണം, ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. ഇത് യൂണിഫോം ക്ലോത്ത് ആയതുകൊണ്ട് വീതി കുറച്ച് കുറവാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം പ്ലീറ്റ്സ് ഇടാനായിട്ട്. ഇവിടെ 12 ഇഞ്ചിലാണ് നമുക്ക് പ്ലീറ്റ്സ് ചെയ്ത് നിർത്തേണ്ടത്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക. കറക്റ്റ് സെൻറ്ററിൻ്റെ അവിടെ നിന്ന് ഇവിടെ ആ ഒരു തയ്യൽ തുമ്പിൻ്റെ അവിടം വരെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പം ഇല്ല, ഇതിപ്പോൾ 11 ആയിപ്പോയി. ഇപ്പോൾ പ്ലീറ്റ്സ് കുറഞ്ഞു പോയി. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു പ്ലീറ്റ്സ് അങ്ങ് പൊട്ടിച്ച് കളയുക. ആദ്യമേ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഞാനിത് പറയുന്നതിനിടയ്ക്ക് വിട്ടുപോയതാണ്. അപ്പോൾ ആ ഒരു പ്ലീറ്റ്സ് ഒന്ന് കളഞ്ഞിട്ട് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതാ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് 12 ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ആ മുകളിൽ നമ്മൾ മടക്കി അളവെടുത്തില്ലേ, എത്രയാണ് മുകളിലെ ആ ഒരു പട്ടയുടെ തയ്ച്ചതിന് ശേഷം, ബെൽറ്റിൻ്റെ ആ സൈഡെല്ലാം തയ്ച്ചതിന് ശേഷം എത്രയാണ് വരുന്നതെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 12 ആണ് കിട്ടിയിരിക്കുന്നത്. 1/2 ഇഞ്ച് പോയി. നമ്മൾ തയ്ക്കുന്നതിന് മുന്നേ മുകളിലത്തെ ബെൽറ്റിൻ്റെ 4 അളവെന്ന് പറയുന്നത് ഒരു പീസ് 12.5 ആയിരുന്നു. അത് സ്റ്റിച്ചിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ 12 ആയി തീർന്നു. അപ്പോൾ 12 കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് ഇവിടെ ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്താൽ നമുക്ക് പ്ലീറ്റ്സ് ഒന്നും അഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. എത്ര പ്ലീറ്റ്സ് വേണം, ഇവിടെ ഇപ്പോൾ 3 പ്ലീറ്റ്സേ കിട്ടിയിട്ടുള്ളൂ ചെറുത്. അതുപോലെ 2 സൈഡും ചെയ്യുക. സൈഡ് പ്ലീറ്റ്സ് ആകുമ്പം എളുപ്പമാണ്. കാരണം നമുക്ക് ബോക്സ് പ്ലീറ്റ് ഇട്ടിട്ട് 2 സൈഡിലേക്കും സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ. ഫ്രണ്ടിൽ പ്ലീറ്റ് വരുന്നത് ഞാൻ ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അത് വേറൊരു ബോട്ടത്തിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ പൊതുവേ എല്ലാവരും സൈഡ് പ്ലീറ്റ്സ് ആണ് ഇടാറ്. കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ഇട്ടാൽ കൊള്ളാം. അല്ലെങ്കിൽ വണ്ണം കുറവുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ പ്ലീറ്റ്സ് ഇട്ടാൽ നല്ലതാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ പട്ടയുടെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നന്നായിട്ട് ചെക്ക് ചെയ്യുക. ഇനി എന്ത് ചെയ്യണം, പട്ടയുടെ വശം കഴിഞ്ഞു, മുകളിലെല്ലാം പ്ലീറ്റ്സ് ഇട്ടു. ഇനി നല്ല വശം അകത്തേക്ക് വരുന്ന രീതിയിൽ മടക്കി വയ്ക്കുക. എന്നിട്ട് ഏറ്റവും താഴെ ആംഗിൾ ചുറ്റളവിൻ്റെ ആ ഒരു അളവ് മാർക്ക് ചെയ്യുക. മോൾക്ക് ഇവിടെ 7 ഇഞ്ചാണ്. അപ്പോൾ ഏറ്റവും താഴെ 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ക്രോച്ച് ലെങ്ത്തിൻ്റെ അവിടെ ഉണ്ടല്ലോ, അവിടെ നിന്ന് 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. നമ്മൾ കട്ട് ചെയ്തതായിരുന്നു, അതുകൊണ്ട് ഒരുപാട് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ഇതേപോലെ സൈഡിലൂടെ ഷേപ്പ് ചെയ്ത് വരച്ചാൽ മതിയാവും. ഞാനിവിടെ ലെഗ് കർവ് സ്കെയിലാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ടൊന്ന് വളച്ച് വരയ്ക്കുകയാണ്. താഴെ ആംഗിളിൻ്റെ അവിടെ മാത്രമേ ഇത്തിരി തയ്യൽ തുമ്പ് കൂടുതലുള്ളൂ. അത് നമുക്ക് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കളയാം. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ആ മാർക്ക് ചെയ്ത് അതിൻ്റെ മുകളിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. എപ്പോഴും നമ്മൾ ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്താൽ സ്കെയിൽ തന്നെ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ ആം ഹോൾ കർവ് ആണെങ്കിൽ ആം ഹോളിൻ്റെ വശമൊക്കെ ആണെങ്കിൽ ആം ഹോൾ കർവ് കിട്ടും. അല്ലെങ്കിൽ ട്രയാങ്കിൾ സ്കെയിൽ കിട്ടും. എല്ലാം സ്കെയിൽ വെച്ച് തന്നെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ മാർക്കിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഒരിക്കലും ഇങ്ങനെ ഡോട്ടിട്ടൊന്നും പോകരുത്. സ്കെയിൽ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. ഏതൊക്കെ സ്കെയിലുകളാണ് വേണ്ടെന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. ഇപ്പം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലെഗ് കർവ് സ്കെയിലാണ്. ആ ലെഗ് കർവ് സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് ഈ ക്രോച്ച് ഏരിയയുടെ അവിടെ നിന്ന് ആംഗിളിൻ്റെ അവിടേക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുകളിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബെൽറ്റിന് താഴെയുള്ള പീസുകൾ രണ്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നല്ല വശം പുറമേ വരുന്ന രീതിയിൽ ഒന്ന് മടക്കിയിടുക. മടക്കിയിട്ടിട്ട് എന്ത് ചെയ്യണം, ആ 2 സെൻറ്ററുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. 2 പീസിൻ്റെയും സെൻറ്ററുകൾ നേരെ വെച്ചിട്ട് അവിടെ പിൻ ചെയ്ത് കൊടുക്കുക. പിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകില്ല. അല്ലാതെ നമ്മൾ പിടിച്ചിട്ട് തയ്ക്കുകയാണെങ്കിൽ നീങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് തയ്യൽ തുമ്പുകളൊക്കെ ഒന്ന് നേരെ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരറ്റത്ത് നിന്ന് മറുവശത്തേക്ക് നല്ല നീറ്റായിട്ട് തയ്ക്കുക. ആ
തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ തയ്ക്കുക. ഒരു 4 ഇഞ്ച് പോയിൻ്റ് 1 നമ്മൾ തുമ്പ് നോക്കി തയ്ക്കുക എന്ന് പറയുന്ന മെത്തേഡില്ലേ, ആ മെത്തേഡിൽ തയ്ക്കുക. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് ഇട്ടു, 2 പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ പീസിനെ മുകളിലത്തെ ബെൽറ്റിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്യുക. ബെൽറ്റിന് വേണ്ടി തയ്ച്ചിട്ടില്ലാതല്ലേ അവിടേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ 2 പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ആ സൂചിയുടെ വശം വരുമ്പോൾ അവിടെ ഒന്ന് കുത്തി നിർത്തിയിട്ട് വേണം തയ്ക്കാനായിട്ട്. 2 സ്റ്റിച്ച് ഇവിടെയും ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നാടയ്ക്കുള്ള ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം 4 ഇഞ്ച് മടക്കുക, പിന്നെ 1 ഇഞ്ച് എടുത്തിട്ട് അതിനെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ആ മടക്കിൻ്റെ അരിവിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ക്ലോത്തിനെ ഇങ്ങനെ വലിച്ചു കൊടുക്കരുത്. വലിക്കാതെ ഒന്ന് ആ ക്ലോത്തിൻ്റെ ആ ഒരു ഇതിനനുസരിച്ച് തന്നെ മടക്കി കൊടുത്ത് തയ്ക്കുക. അങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുളിവുകൾ ചുളുങ്ങി പോകും ആ മടക്കിൻ്റെ അവിടെ. ഇനി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പം ശ്രദ്ധിക്കേണ്ടത് മറുവശം എത്തുമ്പോൾ നമ്മൾ ആദ്യം മടക്കിയ ആ മടക്കില്ലേ, അതിൻ്റെ അതേ ഇതിൽ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക. അതിൻ്റെ കറക്റ്റ് ഷേപ്പാണോ എന്ന് നോക്കുക. അതായത് ഒരേ ലെവലാണോ എന്ന് ചെക്ക് ചെയ്യുക. ഒരേ ലെവലാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് മടക്കി കൊടുക്കുക. ചെറിയൊരു ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ടക്കിട്ട് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് നീങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊരു ചെറിയ ടക്കിട്ട് കൊടുക്കുക. ആ ടക്കും ചുളിവുകളില്ലാതെ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് ടക്കിട്ട് കൊടുത്തില്ല, അത് അയൺ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് 2 പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. അതും ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പിലെ ബെൽറ്റിൻ്റെ വശം ഉണ്ടല്ലോ, അതിൽ ആ ഒരു നാടയ്ക്ക് വേണ്ടി നമ്മൾ മടക്കി അടിച്ചില്ലേ, അത് നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിയിലും വരണം. നല്ല വശം അകത്തും വരുന്ന രീതിയിൽ ആ ബെൽറ്റിൻ്റെ പീസ് ഇതേപോലെ നിവർത്തി മേശപ്പുറത്ത് വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പ്ലീറ്റ്സ് ഇട്ട ആ കാലിൻ്റെ വശം ഉണ്ടല്ലോ, അതിൻ്റെ നല്ല വശം പുറമേ വരുന്ന രീതിയിലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് പതുക്കെ മടക്കി ഇതേപോലെ അകത്തേക്ക് വെച്ചിട്ട് നിവർത്തി അങ്ങ് കൊടുക്കുക. നിവർത്തി അങ്ങ് കൊടുത്തു കഴിയുമ്പം കറക്റ്റായിട്ട് നല്ല വശവും ചേർന്നിരിക്കും. ഇനി ആ കാലിൻ്റെ പീസിൻ്റെ സെൻറ്റർ വശവും ഈ നാടയുടെ സെൻറ്റർ വശവും കൂടെ കറക്റ്റ് ഒന്ന് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. റൗണ്ടായിട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ അളവെടുത്തിട്ട് പ്ലീറ്റ്സ് ഇട്ടത് കൊണ്ട് ഒരു ക്ലോത്തും നീങ്ങിയൊന്നും പോവില്ല. കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ ആയിരിക്കും. 2 പീസും ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ അരിവിലൂടെ തുമ്പ് നോക്കി അടിക്കുക. ഇങ്ങനെ വരുമ്പോൾ കറക്റ്റായിരിക്കും. ഇനി അഥവാ ചെറുതായിട്ട് 2 പീസിലും കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ഒന്ന് പ്ലീറ്റ്സ് ചെറുതായിട്ടൊന്ന് അഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അത്രയേ വേണ്ടി വരുള്ളൂ. നമ്മൾ കറക്റ്റായിട്ട് അളവെടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തയ്ച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബോട്ടം ഇതോടുകൂടി സ്റ്റിച്ച് ചെയ്ത് കഴിയുകയാണ്. ഇനിയും ഒരു പൊടിക്കൈ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനിയുള്ള പൊടിക്കൈ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലൂടെ നമ്മളൊരു ടോപ്പ് സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കും. ആ ടോപ്പ് സ്റ്റിച്ചും കൂടെ ഇടുമ്പോഴാണ് നല്ല കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ബോട്ടം കിട്ടുക. അതായത് തുമ്പൊന്നും 2 പീസും ജോയിൻ ചെയ്തതിന് ശേഷം ഇതേപോലെ കറക്റ്റ് സെൻറ്ററിൽ ആ ഒരു നമ്മൾ ആ ജോയിൻറ്റ് വരുന്ന വശമില്ലേ, അവിടെ തയ്യൽ തുമ്പ് മുകളിലത്തെ പീസിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അത് കൈകൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ വെച്ചിട്ട് ആ ജോയിൻറ്റിൻ്റെ അവിടെ കൂടെ ഇപ്പം ഞങ്ങൾ കാണിക്കുന്നത് പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് സൂചി നോക്കിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഞാൻ ഈ സൂചി നോക്കി തുമ്പ് നോക്കി എന്നൊക്കെ പറയുമ്പോൾ ഇത് ആദ്യമേ തന്നെ എങ്ങനെയാണ് ഞാൻ തയ്ക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂചി നോക്കി സ്റ്റിച്ച് ചെയ്യുന്നതും തുമ്പ് നോക്കി സ്റ്റിച്ച് ചെയ്യുന്നതും അതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം എൻ്റെ വീഡിയോസ് കാണാനായിട്ട് കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെ പറയുള്ളൂ സ്റ്റിച്ചുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്. ഇനി എന്ത് ചെയ്യണം, ഒരു റൗണ്ട് നമ്മൾ അടിച്ചു. ഇനി മുകളിലേക്ക് ആ അടിച്ച് നിർത്തിയിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് ഒരു 3 സ്റ്റിച്ച് വരിക. 3 സ്റ്റിച്ച് വന്നതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ അടിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് പാരലായിട്ട് ഒരു ലൈനും കൂടെ വരും. നല്ല നീറ്റായിട്ട് കിട്ടും. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഡബിൾ സ്റ്റിച്ച് വരും. ഈ ഡബിൾ സ്റ്റിച്ച് വരുന്ന, അതായത് നീറ്റായിട്ട് ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ മെത്തേഡ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ബോട്ടം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നാട കയറ്റുക. നാട കയറ്റിയിട്ട് ആ നാടയുടെ കറക്റ്റ് ബാക്കിലത്തെ ആ ഒരു ജോയിൻറ്റ് വരുന്ന സ്ഥലത്ത് ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുക. നാട നമ്മൾ ക്ലോത്ത് വാഷ് ചെയ്യുമ്പോഴേ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴൊക്കെ ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പൊടിക്കൈയും കൂടിയായിരുന്നു ഈ ബാക്കിൽ സ്റ്റിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ എല്ലാം വീഡിയോസ് ചാനലിലുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നോർമൽ ബോട്ടം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ബോട്ടം എല്ലാം പഠിക്കാം. അടുത്തത് നമുക്ക് സിമ്പിൾ പ്ലാസോ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പഠിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.